അങ്ങനെ നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് സ്വീഡനിലെ മറ്റൊരു അയൽരാജ്യമായ ഡെൻമാർക്കിലേക്കാണ്. ഹാംസ്റ്ററിൽ നിന്ന് ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലായ കോപ്പൻഹാഗനിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ യാത്രയാണ് ട്രെയിനിലുള്ളത്. ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സ്വീഡനിലെയും ഡെൻമാർക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓറിസൺ ബ്രിഡ്ജ് വഴിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞങ്ങൾ നാട്ടിൽ നിന്ന് സ്വീഡനിലേക്ക് ആദ്യമായി വന്നത് കോപ്പൻഹാഗനിലേക്കാണ്. പക്ഷേ അന്ന് നമ്മൾക്ക് ഈ ബ്രിഡ്ജിൻ്റെ സവിശേഷതകളൊന്നും അറിയില്ലായിരുന്നു. 2000 തുറന്ന ഈ പാലം സ്വീഡനിലെ മാൽമോയെയും ഡെൻമാർക്കിലെ കോപ്പൻഹാഗനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഈ പാലത്തിൻ്റെ പ്രത്യേകത ഏകദേശം 8 കിലോമീറ്റർ നീളമുണ്ട്. ഇതിൽ പകുതി ദൂരത്തോളം അണ്ടർ വാട്ടർ ടണലിലൂടെയാണ്. അങ്ങനെ നമ്മൾ കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു 1 ഡേ ഫുൾ നമ്മൾ കോപ്പൻഹാഗൻ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ യാത്രയ്ക്കായി കോപ്പൻഹാഗൻ കാർഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ തന്നെ 80+ ടൂറിസ്റ്റ് അട്രാക്ഷൻസും നമുക്ക് ആ ഒരു കാർഡിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൂടാതെ ഒരു അഡൾട്ട് ടിക്കറ്റിൻ്റെ കൂടെ 12 ഇയേഴ്സ് താഴെയുള്ള 2 കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പോകാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം സിറ്റി സെൻറ്റർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. സിറ്റി സെൻറ്ററിലാണ് മെയിനായിട്ടുള്ള എല്ലാ ഷോപ്പിംഗ് സെൻറ്റേഴ്സും പ്രധാനപ്പെട്ട ഓഫീസുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഡെൻമാർക്കിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും നമ്മൾ നോർവേയിൽ പോയി അവിടെ എല്ലായിടത്തും നമുക്ക് ഏകദേശം സെയിം ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുന്നത്. ആ ഒരു സിറ്റി സെൻറ്ററിൻ്റെ രൂപകൽപ്പനയാണെങ്കിലും ആ ഒരു ആർക്കിടെക്ചറുകളാണെങ്കിലും ഇതെല്ലാം സ്കാൻഡിനേവിയൻ കൺട്രീസാണ്. നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. സ്വീഡനിലാണോ നിൽക്കുന്നത് അതോ ഡെൻമാർക്കിലാണോ എന്നുള്ളൊരു ഡിഫറൻസേ നമുക്ക് തോന്നുന്നില്ല. ഇത് കോപ്പൻഹാഗനിലെ വളരെ പ്രശസ്തമായ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ് റൗണ്ട് ടവർ. ഇത് 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണ്. ഈ റൗണ്ട് ടവറിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സിറ്റിയുടെ ഫുൾ വ്യൂ ലഭിക്കുന്നതാണ്. ഒരു അസ്ട്രോണമി ഹൗസാണ്. കൂടാതെ ധാരാളം ഇവൻറ്റ്സും എക്സിബിഷൻസും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. ഇത് 10 മണി തൊട്ടേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ. സോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നിന്നില്ല. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം വെറ്റ്സ്ട്രാൻഡാണ്. അവിടെ നിന്നാണ് കനാൽ ടൂർ ആരംഭിക്കുന്നത്. പണ്ട് സഫാരി ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കനാൽ ടൂറൊക്കെ കാണുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമുക്കിങ്ങനെ ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ. കോപ്പൻഹാഗനിൽ വന്നാൽ ഈ ഒരു കനാൽ ടൂർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ അല്ല. മെയിനായിട്ടും 2 സ്ഥലത്തു നിന്നാണ് കനാൽ ടൂർ ആരംഭിക്കുന്നത്. നിഹാവൻ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. കൂടാതെ വെറ്റ്സ്ട്രാൻഡ്, നമ്മുടെ കോപ്പൻഹാഗൻ കാർഡിൽ വെറ്റ്സ്ട്രാൻഡിൽ നിന്നുള്ള കനാൽ ടൂറാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഞങ്ങൾ വെറ്റ്സ്ട്രാൻഡിൽ നിന്നാണ് കനാൽ ടൂർ ആരംഭിക്കുന്നത്. ക്രിസ്റ്റ്യൻബറി കാസലിൻ്റെ മുന്നിലായിട്ടാണ് വെറ്റ്സ്ട്രാൻഡ് സ്ഥിതി ചെയ്യുന്നത്. പണ്ടത്തെ രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ ഔദ്യോഗിക വസതിയായ റോയൽ പാലസ് ആയിരുന്നു. എന്നാൽ ഇന്നത് ഡാനിഷ് പാർലമെൻറ്റായി മാറിയിരിക്കുന്നു. കൂടാതെ സുപ്രീം കോർട്ടും സ്റ്റേറ്റ് ഓഫ് മിനിസ്ട്രിയുടെയൊക്കെ ആസ്ഥാന മന്ദിരങ്ങളൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി സൈറ്റ് സീയിങ്ങിനായിട്ടുള്ള ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സാണ് ഈ കാണുന്നത്. മേജർ സിറ്റീസിലെല്ലാം ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് ഈ ബസ്സിലൂടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സിലും പോകാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്രൂസിനുള്ള ബോട്ട് എത്തിയിരിക്കുകയാണ്. സ്ട്രോമ്മ എന്ന ഏജൻസിയാണ് ഈ കനാൽ ടൂർ കണ്ടക്ട് ചെയ്യുന്നത്. 1904 ആരംഭിച്ച കനാൽ ടൂറാണിത്. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സിറ്റി ഫുൾ നമുക്ക് വാട്ടറിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മെയിനായിട്ടുള്ള എല്ലാ ഹിസ്റ്റോറിക് സൈറ്റിലൂടെയും സിറ്റിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ എല്ലാമാണ് നമ്മുടെ ഈ യാത്ര. ഒരു ഗൈഡ് അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് ബ്രിഡ്ജുകളുടെ അടിയിലൂടെയാണ് നമ്മുടെ യാത്ര. ശരിക്കിരുന്നില്ലെങ്കിൽ തല മുട്ടുമെന്ന് പല ടൈം നമ്മുടെ ഗൈഡ് വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. 1 അവർ ക്രൂസാണിത്. നമ്മുടെ ഫസ്റ്റ് ബോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 10 മണിക്കാണ് ആരംഭിക്കുന്നത്. കനാലിൻ്റെ ഇരുവശങ്ങളിലും വളരെ യുണീക്കായിട്ടുള്ള ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുകൂടാതെ തന്നെ ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കയാക്കിംഗ് സെൻറ്റേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു.
ഈ ഒരു യാത്രയിൽ നമുക്ക് അമലിയൻബറി പാലസ് കാണാൻ സാധിക്കുന്നതാണ്. കോപ്പൻഹേഗൻ സിറ്റിയിലെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പാലസ് രാജാവിൻ്റെ രാജ്ഞിയുടെയും ഔദ്യോഗിക വസതിയാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു മൊണാർക്കിയാണ്. കൂടാതെ തന്നെ ഇവിടുത്തെ റോയൽ ഗാർഡിൻ്റെ ചേഞ്ച് വളരെ പ്രശസ്തി ആർജിച്ച ഒരു ചടങ്ങാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് ഈ പ്രശസ്തമായ ചേഞ്ചിങ് ഓഫ് ദ ഗാർഡ് സെറമണി കാണാൻ സാധിക്കുന്നതാണ്. റോസൻബർഗ് കാസിൽ നിന്ന് ആരംഭിച്ച് കോപ്പൻഹേഗനിലെ സ്ട്രീറ്റുകളിലൂടെ അമലിയൻബറി പാലസിൽ വരെ എത്തിച്ചേരുന്ന ഒരു ഗാർഡുകളുടെ മാർച്ചാണ് ഈ ഒരു സെറമണി. അങ്ങനെ നമ്മൾ ഇരുവശങ്ങളിലെയും കാഴ്ചകൾ കണ്ട് ഹാർബറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹാർബറിലാണ് ലിറ്റിൽ മെർമെയ്ഡ് സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രശസ്തമായ ഒരു കോപ്പൻഹേഗനിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ് ഈ ഒരു സ്റ്റാച്ചു. ലിറ്റിൽ മെർമെയ്ഡ് എന്നത് ഡാനിഷ് ബ്രൂവറായ കാൾ ജേക്കബ്സൺ കോപ്പൻഹേഗൻ സിറ്റിക്ക് 1913 കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. ഈ കാണുന്നത് കോപ്പൻഹേഗനിലെ ഒപ്പറ ഹൗസ് ആണ്. ഈ കാണുന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഹബ്ബാണ്. ഡാനിഷ് ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണിത്. ഈ കാണുന്ന ബോട്ടുകളൊക്കെ ഇപ്പോൾ എയർബിഎൻബി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് താമസിക്കുവാനും സിറ്റി എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. കോപ്പൻഹേഗനിലെ വളരെ പ്രശസ്തമായ ചർച്ചുകളിലൊന്നാണ് ഈ കാണുന്നത്, ദ ചർച്ച് ഓഫ് അവർ സേവിയർ. ഇതിൻ്റെ മുകളിലേക്ക് ടവറിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാവുന്നതാണ്. 400 സ്റ്റെപ്പുകളാണ് ടവറിലേക്ക് ഉള്ളത്. ഇത് കോപ്പൻഹേഗനിലെ മറ്റൊരു യൂണിക് ആർക്കിടെക്ചറാണ്. ദി ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്ന റോയൽ ലൈബ്രറിയാണ്, സിറ്റി ലൈബ്രറിയാണിത്. ഈ ലൈബ്രറിക്കുള്ളിൽ ബുക്ക് ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, കാഫേ, കൺസേർട്ട് ഹാള് എന്നിവയൊക്കെ ഉണ്ട്. അങ്ങനെ കോപ്പൻഹേഗൻ സിറ്റിയിലെ വളരെ ഹിസ്റ്റോറിക്കായിട്ടുള്ള സൈറ്റുകളും ഐക്കോണിക്കായിട്ടുള്ള ലാൻഡ്മാർക്കുകളൊക്കെ കണ്ട് 1 അവർ ക്രൂസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ സ്പോട്ടുകളിലൊക്കെ നമുക്ക് കയറി പോകാവുന്നതാണ്. പക്ഷേ ഞങ്ങളത് ഈ ഒരു കനാലിലൂടെ മാത്രമേ നമ്മളത് കണ്ടുള്ളൂ. കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. അതിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തിലേക്കാണ് നമ്മൾ അടുത്തായി പോയിരിക്കുന്നത്. തിവോലി ഗാർഡൻസ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇത് സെൻട്രൽ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ 2ാമത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. 1843 സ്ഥാപിതമായ ഈ പാർക്കിൻ്റെ ഉള്ളിൽ 30 ത്രില്ലിംഗ് റൈഡ്സുകളും തിയേറ്റർ പെർഫോമൻസ് നടത്താനുള്ള ഏരിയയും കൂടാതെ ഡെലീഷ്യസ് ഡൈനിങ്ങിനായിട്ടുള്ള 30-ലധികം റെസ്റ്റോറൻറ്റുകളും ഉൾപ്പെടുന്ന ഒരു വലിയൊരു അമ്യൂസ്മെൻറ്റ് തീം പാർക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐക്കോണിക്കായിട്ടുള്ള ഒരു സ്പോട്ടാണിത്. കോപ്പൻഹേഗൻ കാർഡിലൂടെ ഇതിലേക്കുള്ള എൻട്രി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലെ റൈഡുകൾക്ക് നമ്മൾ പ്രത്യേകം പാസ് എടുക്കേണ്ടതാണ്.
നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കോപ്പൻഹേഗൻ സൂ ആണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. നമ്മളിതുകൊണ്ട് കൂടുതൽ സമയം അവിടെയാണ് ചിലവഴിച്ചത്. ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഈ വീഡിയോയുടെ ലെന്ത് അധികം ആയിപ്പോകും. സോ കോപ്പൻഹേഗൻ സൂവിലെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ഏവർക്കും ബൈ ബൈ.